മലയാളിയെ വായനയുടെ പ്രപഞ്ചത്തിലേക്ക് നയിച്ച മഹാപ്രതിഭയായിരുന്നു പി.എൻ. പണിക്കരെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ. അബ്ദുൽ ഹക്കീം അഭിപ്രായപ്പെട്ടു. ജൂൺ 19 വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വായനാ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മലയാളിയെ വായനയുടെ പ്രപഞ്ചത്തിലേക്ക് നയിച്ച മഹാപ്രതിഭയായിരുന്നു പി.എൻ. പണിക്കരെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ. അബ്ദുൽ ഹക്കീം അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പും പി.എൻ. പണിക്കർ ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂൺ 19 വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വായനാ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ജില്ല ഈ സംസ്ഥാനത്തിന്, ഈ രാജ്യത്തിന് സമ്മാനിച്ച മഹാപ്രതിഭ, മലയാളക്കരയുടെ വായനാ വിപ്ലവത്തിന്റെ പിതാവാണ്. ആ നാമം തന്നെ നമുക്ക് ആലപ്പുഴ ജില്ലക്കാർക്ക്, മലയാളികൾക്ക് അഭിമാനമാണ്. മലയാളിയെ വായനയുടെ മഹാപ്രപഞ്ചത്തിലേക്ക് ആനയിച്ച മഹാനാണ് പണിക്കർ സാർ. ഒരു അധ്യാപകന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതീകമായിരുന്നു പണിക്കർ സാർ എന്ന് ഞാൻ പറയും. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ, സാംസ്കാരിക നവോത്ഥാനത്തിൽ വായനയുടെ പങ്ക് ഉറപ്പാക്കിയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു അധ്യാപകന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതീകവും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാനത്തിൽ വായനയുടെ പങ്കുറപ്പാക്കിയ വ്യക്തിത്വവുമായിരുന്നു പി.എൻ. പണിക്കരെന്നും ഡോക്ടർ എ. അബ്ദുൽ ഹക്കീം കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ രവി പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വായനാ ദിന സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ടി മിനിമോൾ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് കൗൺസിലർ സിമി ഷാഫി ഖാൻ, സ്കൂൾ പ്രിൻസിപ്പൽ ബി ജയശ്രീ, PTA പ്രസിഡന്റ് എം നൌഫൽ, സ്റ്റാഫ് സെക്രട്ടറി KJ ബെൻസി, രാജു പള്ളിപ്പറമ്പിൽ, ME ഉത്തമക്കുറുപ്പ്, സുരേഷ് ബാബു കാവാലം, ശിവകുമാർ ജഗു എന്നിവർ സംബന്ധിച്ചു. പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതാപൻ നാട്ടുവെളിച്ചം ചടങ്ങിന് സ്വാഗതവും ഫൗണ്ടേഷൻ വർക്കിംഗ് പ്രസിഡന്റ് K. നാസർ നന്ദിയും പറഞ്ഞു.